തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ്, 1000 1000. നമുക്കിതിൽ ഫസ്റ്റ് ഒരു റേസാണുള്ളത്. റേസിൽ നിങ്ങളെല്ലാവരും ഓട്ട മത്സരത്തിനൊക്കെ കൂടിയിട്ടുണ്ടോ? ഓട്ട മത്സരത്തിന് ആദ്യം വേണ്ടത് ചെസ് നമ്പേഴ്സാണ്, നിങ്ങളുടെ പേരുകളല്ല. ഇവരൊക്കെ കഴുത്തിൽ ഓരോ ചെസ് നമ്പേഴ്സ് നമുക്ക് കാണാമല്ലോ. നമുക്ക് അടുത്ത പാട്ടിലേക്കൊന്ന് പോയി. ഇവിടെ 15 ആൾക്കാരാണ് ഓട്ട മത്സരത്തിന് കൂടുന്നത്. നമ്പേഴ്സ്, ചെസ് നമ്പേഴ്സ് തുടങ്ങുന്നത് 986 നിന്നാണ്. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. ഇവിടെ 986. അടുത്ത നമ്പർ എത്രയാണ് ഇപ്പോൾ വരിക? 987, 988, 989, 990. അപ്പോൾ ഇതിലെല്ലാവരും പഠിക്കേണ്ടത് 1000 വരെ എഴുതാൻ എല്ലാവർക്കും അറിയണം. അതുപോലെ ഓരോ നമ്പേഴ്സ് കണ്ടാൽ ആ നമ്പേഴ്സിൻ്റെ സ്പെല്ലിങ്ങും അറിയണം. ഇത് എത്രയാണ് നമ്പർ? 986. ഇവിടെ ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്, ഒരു സിമ്പിൾ പാറ്റേൺ ആണത്. 1002, 1003, 1004. അടുത്ത എത്ര വരിക? 1005, 1006, 1007, 1008, 1009, 1010, 1011, 1012. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ നമ്പേഴ്സിൻ്റെയൊക്കെ സ്പെല്ലിങ് നിങ്ങൾക്ക് അറിയണം. 879, 904, 918. 80യും 18ഉം തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയണം. 918. ഇതുപോലെ 906. 96 എന്നൊന്നും എഴുതരുത്, 906 എന്ന് തന്നെ എഴുതണം. മുന്നത്തെ ചാപ്റ്ററിൽ നമ്മളൊരു നോട്ടിൻ്റെ ക്വസ്റ്റ്യൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ ഒരു പാരറ്റിന് 760 റുപ്പീസാണ് ഈ ATM നിന്ന് എടുക്കേണ്ടത്. ഈ ATMലാണെങ്കിലോ 100 റുപ്പീസും 10 റുപ്പീസിൻ്റെയും നോട്ട്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയേ, പലതരത്തിലും നമുക്ക് ഈ നോട്ട്സ് ഇതിന്ന് കിട്ടും. എങ്ങനെ കിട്ടുക? 700 എന്ന് പറയുമ്പോൾ അതിൽ എത്ര 100 വേണം? 7 100 രൂപകൾ, 700 റുപ്പീസ്. അതുപോലെ എത്ര 10 രൂപകൾ വേണം? 6 10 രൂപകൾ, 6 10 രൂപകളും വേണം. അങ്ങനെയാണെങ്കിൽ 760 ആവുള്ളൂ. ഇവിടെ ഒരു ഫണ്ട് കളക്ഷൻ പ്രോഗ്രാമാണ്, പൈസ പിരിക്കലാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മുകളിൽ 100 റുപ്പി നോട്ട്സ് കാണാം, 10 റുപ്പി നോട്ട്സ് കാണാം, 1 റുപ്പി കോയിൻസും കാണാം. ഇവിടെ 9 എന്ന് കണ്ടോ? അപ്പോൾ 9 100 രൂപകൾ ചേർന്നാൽ എത്രയായി? 900. അതിൻ്റെ കൂടെ 8 10 രൂപകൾ, 8 10 റുപ്പീസ് ചേർന്നാൽ എത്രയായി? 80. 900 + 80, 980. പ്ലസ് ഒരു 3യും കൂടിയും ചേർന്നാലോ? 983. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. 14 10 രൂപകളാണ്. 7 100 രൂപകളും 14 10 രൂപകളും. 14 10 രൂപ എന്ന് പറഞ്ഞാൽ എത്രയായി? നമ്മുടെ ഈ നമ്പറിൻ്റെ അവസാനം ഒരു 0 ഇട്ട് കൊടുത്താൽ ആ നമ്പറായി 140. 700 + 140. നമുക്ക് 785 ആണ് ആവേണ്ടത്. നമ്മൾ നേരത്തെ പാഠത്തിൽ 300 ആവാൻ എന്തൊക്കെ വേണമെന്നുള്ളതാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ നോക്കാം. 700s, 7 100കളും എത്ര 10കൾ വേണം? 8 10സും 5 1സും ചേർന്നാൽ എത്രയായി? 785 ആയി. അതുപോലെ ഇവിടെ 700s, പിന്നെ നമുക്ക് വൺസിൻ്റെ കോളം മാത്രമേ തന്നിട്ടുള്ളൂ. ബാക്കി എത്ര വേണം? അപ്പോൾ 85 റുപ്പീസ് കൂടി വേണം. അപ്പോൾ 85 ones. 700 + 80 + 5, ഇത് എത്രയായി? 785 ആയി. ഇവിടെ നോക്കാം, 600s ആണ് അവർ തന്നിട്ടുള്ളത്. ഇനി നമുക്കപ്പോൾ എത്ര വേണം? 5 1സും തന്നിട്ടുണ്ട്. 600ഉം 5 1സും 605 ആയി. ഇനി നമുക്ക് എത്ര 10കൾ വേണം? 18 10കൾ ചേർന്നാലേ 785 ആവുള്ളൂ. അതുപോലെ ഇവിടെ 600 തന്നിട്ടുണ്ട്. ഇനി അപ്പോൾ 785 ആവാൻ എത്ര വേണം? 185 കൂടി വേണം. 70 10s, നമ്മൾ നേരത്തെ 10കളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് തന്ന നമ്പറിൻ്റെ കൂടെ ഒരു 0 കൂടിയും ചേർത്താൽ 100ആയി. 70ഉം ഒരു 0 കൂടിയും ചേർന്നാൽ 700, 700. പിന്നെ 85 1സും കൂടിയും വേണം. അതുപോലെ ഇവിടെ 785 ആക്കണമെങ്കിൽ 78 10സും 5 1സും. അതുപോലെ എത്ര ഒന്നുകൾ ചേർന്നാലാണ് 785 ആവുക? 785 ones. 785 ഒന്നുകൾ ചേർന്നാലേ 785 ആവുള്ളൂ. ഇനി നമുക്ക് ഒരു തീറ്റ മത്സരത്തിൻ്റെ കഥ നോക്കാം. 20 ബണ്ടിൽ എന്ന് പറഞ്ഞാൽ കെട്ടുകൾ. 20 ബണ്ടിലുകളാണ് ആന ഉണ്ടാക്കിയിട്ടുള്ളത്, നമ്മുടെ മല്ലൻ എലിഫൻ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓരോ ബണ്ടിലും 100 കരിമ്പുകൾ വെച്ചാണ് ഉള്ളത്. നമുക്ക് നോക്കാം. 20 ബണ്ടിൽ 100 എണ്ണം വെച്ച് എത്രയാവും?
ഈ 2 പൂജ്യങ്ങളും ഇതിൻ്റെ അവസാനം ഇട്ട് കൊടുത്താൽ മതിയാവും. 2ഉം 3 പൂജ്യം കൂടിയും ചേർന്നാൽ 2000. 6 ബണ്ടിൽ നമ്മുടെ ജിറാഫ് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. ഒരു ബണ്ടിൽ എത്രയാ? 100. 6 100കൾ ചേർന്നാൽ 600, 600. 10 100കൾ ചേർന്നാലോ? 1000. ബാക്കി എത്ര കൂടി വേണം? 20 ആവണമെങ്കിൽ 10ഉം 6ഉം നമുക്ക് കിട്ടി, 16ആയി. ഇനി 4 കൂടി ചേർന്നാലേ 20 ആവുള്ളൂ. 4 ബണ്ടിൽ 100 എണ്ണം വെച്ചിട്ട്. അപ്പോൾ എത്രയാവും? 400. നമ്മൾ 1000നെ തുല്യമാക്കി വീതിക്കുന്ന, 1000ൻ്റെ പകുതി കണ്ട് വീതിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പടത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ 2000 മാങ്ങകളെ 4 ചാക്കിലാക്കണം. ഈക്വലായിട്ടാണ് ആക്കേണ്ടത്. 4 എണ്ണം ആക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഈ 2000ൻ്റെ പകുതി കണ്ടുപിടിക്കണം. 2000ൻ്റെ പകുതി എത്രയാ? 1000. 2000ൻ്റെ പകുതി 1000. അതിൻ്റെ പകുതിയോ? 500. അപ്പോൾ ഓരോ ചാക്കിലും 500 മാംഗോസ് വെച്ചുണ്ടായാലേ 4 ചാക്കിലും ഈക്വൽ ആവുകയുള്ളൂ. ഇവിടെ ഒരു ലിറ്ററിൻ്റെ ക്വസ്റ്റ്യൻ. ലിറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളം പോലെയുള്ള കാര്യങ്ങൾ, വെള്ളം, എണ്ണ ഒക്കെ അളക്കുന്ന മെഷറിങ് യൂണിറ്റാണ് ലിറ്റർ. അപ്പോൾ 50 ലിറ്ററിൻ്റെ ഒരു ക്യാൻ ജിംബൻ ജിറാഫ് കുടിച്ചു. അപ്പോൾ 50 ആയേ. പിന്നെ 20 ലിറ്ററിൻ്റെ 3 ക്യാനും. 20ൻ്റെ 3 എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയായി? 20, 40, 60. 50ഉം 60ഉം കൂട്ടിയാൽ 110. 10ൻ്റെ 1ഉം 110ഉം 10ഉം എത്രയാ? 120. അതുപോലെ 50 ലിറ്ററിൻ്റെ 3 ക്യാൻ. 50, 50, 100. ഒരു 50 കൂടി ആയാൽ 150. 20ൻ്റെ 4 എണ്ണമായാലോ? 20, 40, 60, 80. ഇതൊക്കെ ഇവിടെ സൈഡിൽ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് കൂട്ടാൻ എളുപ്പമുണ്ടാവും. 10 ലിറ്ററിൻ്റെ 2 ക്യാൻ. 10ൻ്റെ 2 എണ്ണം എന്ന് പറഞ്ഞാൽ 20. 150ഉം 80ഉം 20ഉം. അപ്പോൾ 250 കിട്ടുക. അതുപോലെ ഇവിടെ ഒരു 80 കൊടുത്തിട്ടുണ്ട്. 80 ആവണമെങ്കിൽ നമുക്ക് കുറേ അധികം വഴികളുണ്ട്. ഒരു വഴി ഞാൻ പറയാം. 50 ലിറ്ററിൻ്റെ ഒരു ക്യാൻ 50ആയി. 20 ലിറ്ററിൻ്റെ ഒരു ക്യാൻ 50ഉം 20ഉം 70ആയി. ബാക്കി നമുക്ക് കിട്ടാനുള്ള ഒരു 10ഉം കൂട്ടിയാൽ 80ആയി. അതുപോലെ തന്നെ 100 എല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ. ഇവിടെ ഒരു സ്റ്റോറിലെ കുറേ പ്രൈസ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ക്രിക്കറ്റ് ബാറ്റ് 750 റുപ്പീസ്. ഐറ്റംസിൻ്റെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ പ്രൈസ്, വിലകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓരോ പാർട്ടിസിപ്പൻസിനും 900 രൂപ, 900 റുപ്പീസിനുള്ള സാധനങ്ങൾ വാങ്ങാം. ഈ 2 ടേബിളിൽ നിന്നും സാധനങ്ങൾ എടുക്കാം. ഇവിടെ 750 ഉണ്ട്. അതിൻ്റെ കൂടെ എത്ര കൂട്ടിയാലാ 900 ആവുക നമുക്ക് നോക്കാം. 100 കൂട്ടിയാൽ എത്രയാവും? 850 ആവും. ഇനി എത്ര കൂടി വേണം? 50 കൂടെ വേണം. അപ്പോൾ ക്രിക്കറ്റ് ബാറ്റ് പ്ലസ് ചെസ് ബോർഡ് 850 പ്ലസ് ക്രിക്കറ്റ് ബാൾ. അപ്പോൾ എത്രയായി? 900 ആയി. ഇനി വേറെ വഴി എന്താ? ക്രിക്കറ്റ് ബാറ്റ് 750 പ്ലസ് ഷട്ടിൽ കോക്ക് 250. അങ്ങനെയും നമുക്ക് 900 ആക്കാം. ഈ ക്വസ്റ്റ്യൻ എല്ലാവരും നന്നായി ഒന്ന് നോക്കണം. അടുത്തതായി നമുക്ക് ശ്രദ്ധിക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ അബാക്കസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 100, 10, 1. 3 വരകളും നിങ്ങളെല്ലാവരും കണ്ടിരിക്കുമല്ലോ. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. 100ൽ ഇവിടെ എത്ര ബോൾസ് ഉണ്ട്? 1, 2, 3, 4. അപ്പോൾ 400 ആയി. 2 10കളും 1, 2. 400 പ്ലസ് 20, 420. ഒന്നുകൾ എത്ര എണ്ണം ഉണ്ട്? വൺസ് എത്ര എണ്ണം ഉണ്ട്? 1, 2, 3. 423 ആയി. ഇനി വേറൊരു കാര്യം പറയാം. ഈ മുത്തുകൾ ഇതിൽ നിന്ന് ഈ 100ൻ്റെ ഒരു മുത്ത് ഇതിലേക്ക് ഇട്ടാലോ, 10ലേക്ക് ഇട്ടാലോ? 100 അപ്പോൾ 3 ആവും, 10ഉം 3 ആവും. 300 പ്ലസ് 310 പ്ലസ് 31 333 ആവും. ഇനി ഒരു ക്വസ്റ്റ്യൻ. ഈ മുത്തുകളെല്ലാം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ 3 അക്ക സംഖ്യ, 3 ഡിജിറ്റ് നമ്പർ. 3 ഡിജിറ്റ് നമ്പർ എത്രയിൽ നിന്നാണ് തുടങ്ങുന്നത്? 100ൽ നിന്നാണ് തുടങ്ങുന്നത്. ഏറ്റവും വലിയ 3 ഡിജിറ്റ് നമ്പറോ? 999. ഇതിൽ എത്ര മുത്തുകളുണ്ടെന്ന് നമുക്ക് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9. 9 മുത്തുകൾ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ 3 ഡിജിറ്റ് നമ്പർ ഏതാ? എല്ലാ മുത്തുകളും നമുക്ക് ഈ 100ലേക്ക് ഇടാം. അപ്പോൾ 900 ആണ് ഏറ്റവും വലിയ 3 ഡിജിറ്റ് നമ്പർ. ഈ 9 മുത്തുകൾ ഉപയോഗിച്ച്
ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ 3 ഡിജിറ്റ് നമ്പർ 900 ആണ്. അതുപോലെ ഇത് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ 9 മുത്തുകൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ 3 ഡിജിറ്റ് നമ്പർ ഏതാ? 117 ആണ് ഏറ്റവും ചെറിയ 3 ഡിജിറ്റ് നമ്പർ. ഈ 9 മുത്തുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ 3 ഡിജിറ്റ് നമ്പർ 117 ആണ്, 117. അതിൽ നമ്മൾ 9 മുത്തുകളും ഉപയോഗിച്ചിട്ടുണ്ടോയെന്ന് കൂട്ടി നോക്കാൻ എന്താ വഴി? 1ഉം 1ഉം 7ഉം അല്ലേ 117. അല്ല 1 + 1 എത്രയാ? 2. 2 + 7 9. ഇങ്ങനെ 3 നമ്പേഴ്സും കൂട്ടി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 9 മുത്തുകളും ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇതിലും പാറ്റേൺസ് വന്നിട്ടുണ്ട്. പാറ്റേൺസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൂടുകയാണോ കുറയുകയാണോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ആദ്യത്തെ 2 നമ്പേഴ്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കൂടുകയാണോ കുറയുകയാണോ എന്നുള്ളത്. മൂന്നാമത്തെ നമ്പർ നോക്കിയാൽ മാത്രമേ ഒരേ നമ്പർ വെച്ചാണോ കൂടുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ.